മുന്നോട്ട് ഒരു വർഷം 12 ലക്ഷം രൂപ വരെ വരുമാനമുള്ള ആൾക്കാർക്ക് ഇൻകം ടാക്സ് അടയ്ക്കേണ്ട ആവശ്യമില്ല. ഇത്തവണത്തെ ബഡ്ജറ്റിൽ കൊണ്ടുവന്ന ഒരു നല്ല തീരുമാനം അത് ഉള്ളത് പറയാമല്ലോ. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ വായിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു ഫൈനാൻസ് ഇൻഫ്ലുവൻസറുടെ വീഡിയോ കാണാൻ പറ്റിയത്. വർഷങ്ങളായിട്ട് 12 ലക്ഷം രൂപയുടെ ലിമിറ്റൊക്കെ ഉണ്ട്. അത് നിങ്ങൾക്ക് അറിയില്ല ചേട്ടാ, നിങ്ങൾക്ക് അതിനുള്ള ബോധമില്ല, നിങ്ങളുടെ CA അത്ര പോലും ബോധമില്ല, അതുകൊണ്ടാണ് നിങ്ങൾ ടാക്സ് അടച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ടാക്സ് റിജീമിൽ കുറേ ടാക്സ് സേവർ ഓപ്ഷൻസ് കാണിക്കുന്നുണ്ട്. പക്ഷേ ടാക്സ് സേവർ ഓപ്ഷൻസ് മിക്കതും നമുക്ക് എടുക്കാൻ വലിയ സ്കോപ്പൊന്നുമില്ല എന്നാണ് റിയാലിറ്റി. ഇപ്പം എക്സാമ്പിൾ പറയാം. പിന്നെ എനിക്ക് സ്വന്തമായിട്ട് ഒരു ഹൗസിംഗ് ലോൺ ഉണ്ട്, അല്ലെങ്കിൽ ഞാനൊരു എഡ്യൂക്കേഷൻ ലോൺ അടയ്ക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് അതിൻ്റെയൊക്കെ ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റും. പക്ഷേ ഈ പറയുന്ന ഡിഡക്ഷൻസ് ഒക്കെ ക്ലെയിം ചെയ്യണമെങ്കിൽ എനിക്കിതൊക്കെ ഉണ്ടായിരിക്കണ്ടേ? ഇപ്പം ഞാൻ ടാക്സ് സേവ് ചെയ്യാൻ വേണ്ടി ഹൗസിംഗ് ലോൺ എടുക്കുമോ? ഇല്ല, എടുക്കാൻ പറ്റില്ല. അപ്പോൾ പല ഡിഡക്ഷൻസും പല എക്സംഷൻസും ആൾക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റുന്നില്ല എന്നതൊരു വസ്തുതയാണ്. അപ്പോൾ ഈ ഒരു കാര്യം കൂടെ മനസ്സിലാക്കിയ സർക്കാർ ഈ പറയുന്ന ന്യൂ ടാക്സ് റിജീം എന്ന് പറയുന്ന സിസ്റ്റം കൊണ്ടുവന്നിരിക്കുന്നത്. ന്യൂ ടാക്സ് റിജീമിൽ ടാക്സ് റേറ്റ് കുറവാണ്, ഡിഡക്ഷൻസ് എക്സംഷൻസ് ഒന്നുമില്ല. ഡിഡക്ഷൻസ് ഇല്ല എങ്കിൽ പോലും ടാക്സ് റേറ്റ് കുറവായതുകൊണ്ട് മെജോറിറ്റി ആൾക്കാരും ഇപ്പോൾ ന്യൂ ടാക്സ് റിജീം തന്നെ ചെയ്യുന്നത്. 12 ലക്ഷം രൂപ വരെ ഇൻകം ഉള്ളവർക്ക് എന്തൊക്കെ ടാക്സ് പ്ലാനിങ് സ്ട്രാറ്റജി നടത്തിയാലും ടാക്സ് ഒന്നും ഇല്ലാതാക്കാനുള്ള വഴിയൊന്നും ഇല്ല. ഇതൊക്കെ കുറച്ച് ലൈക്ക് കിട്ടാനും വ്യൂസ് കിട്ടാനും ഓരോരോ ഇൻഫ്ലുവൻസേഴ്സ് പറയുന്ന നുണകളാണ്. ഇതൊന്നും നിങ്ങൾ വിശ്വസിക്കല്ലേ. നിങ്ങൾക്ക് ടാക്സായിട്ട് ബന്ധപ്പെട്ട സംശയങ്ങൾ ക്ലിയർ ചെയ്യാൻ വേണ്ടി ഏതെങ്കിലും ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റിനെയോ കോസ്റ്റ് അക്കൗണ്ടന്റിനെയോ അല്ലെങ്കിൽ ഒരു ടാക്സ് കൺസൾട്ടന്റിനെ പോയി കാണുക. അല്ലാതെ വെറുതെ സോഷ്യൽ മീഡിയയിൽ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ട് അതുപോലെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്കാണ് അതിൻ്റെ ഭവിഷ്യത്ത് ഉണ്ടാവുന്നത്.